വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞ് പുതിയ വാർത്തകളുടെയൊക്കെ തിരക്കിലാണെന്നറിയാം എല്ലാവരും. നമ്മുടെ ഒരുപാട് സഹോദരങ്ങളും സഹോദരികളും കൊച്ചുമക്കളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അന്ന് വന്ന വീഡിയോകളുടെയൊക്കെ ഏറ്റവും താഴെ കമൻറ്റുകൾ നോക്കിയപ്പോൾ എല്ലാ മനുഷ്യരും ശരികളാണ് ചെയ്തിരുന്നത്. തെറ്റ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ളത് അത് ദൈവമാണ് എന്നായിരുന്നു കമൻറ്റ്. ഞാൻ ദൈവമുണ്ട് ദൈവമില്ല എന്ന് വാദിക്കാൻ വേണ്ടി വന്ന മതങ്ങൾക്കുള്ളിൽ നിന്നും അപ്രത്യക്ഷപ്പെട്ടു വന്ന ഒരുവനല്ല ഞാൻ. നമ്മൾ ചെയ്ത തെറ്റുകളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന ഒരു രീതി, അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റുകളുടെ ഫലമാണ് അന്നവിടെ ഒരു സംഭവം. അവിടെയല്ല, കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇന്ത്യയിലല്ല ലോകത്തിലുടനീളം സംഭവിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിക്കുള്ള ഫലമാണ്. നമുക്ക് പഴിചാരാൻ 1000 കാരണങ്ങൾ കാണും. മറ്റ് പലരുടെയും മനുഷ്യരുടെ മേൽ പഴിചാരുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം ദൈവത്തിൻ്റെ മേൽ. ദൈവം കാരണമാണ് അത് സംഭവിച്ചത്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും ശരികളാവില്ല. ചെയ്ത് വച്ചിരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ലതാണോ? ചതുപ്പ് നിലങ്ങളെല്ലാം നിരത്തി വീടുകൾ വയ്ക്കും, ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കും. കൃഷി ചെയ്യേണ്ട ഇടം, നല്ല കൃഷി ചെയ്യേണ്ട ഇടങ്ങളെല്ലാം, എന്നിട്ട് കാടുകളിലേക്ക് കയറും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ല. കാടുകളിലേക്ക് കയറി കാട്ടിൽ ജീവിക്കുന്ന ആനകൾ, കുരങ്ങുകൾ, മറ്റ് ജീവജാലങ്ങളൊന്നും അവിടെ കൃഷി ചെയ്ത് വച്ചതിന് ശേഷം അവിടേക്കൊന്നും വരാൻ പാടില്ല. നിയമമാണ്. വന്നു കഴിഞ്ഞാൽ അവിടെ പടക്കം വച്ച് അതിൻ്റെ വായയൊക്കെ പൊട്ടിച്ച്, ഓർമ്മയുണ്ടോ ഒരാനയൊക്കെ നിന്ന് ആ വെള്ളത്തിലിറങ്ങി നിന്ന ആ ഒരവസ്ഥ? മറന്നുപോയി കാണും. എല്ലാവരും എല്ലാം മറക്കുന്ന കൂട്ടത്തിലാണ്. അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സമയം വരും. എല്ലാവരും മറക്കും. പുതിയ പുതിയ വാർത്തകളൊക്കെ ഇന്ന് സിനിമാ ലോകത്തേക്കുള്ള വാർത്തകളൊക്കെയാണ്, അറിയാം. അങ്ങനെ മറക്കാനൊന്നും പാടില്ല. മറവിയാണ് ഏറ്റവും വലിയ പ്രശ്നവും. നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ഓരോ കാരണങ്ങൾ, ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെയുള്ള ഒരു എഫക്റ്റ് സയൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതങ്ങനെയാണ്. കർമ്മം അതത്ര പെട്ടെന്നൊന്നും, അത് നമ്മൾ ആ കൊച്ചു കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു, ആ ചോരയുടെയൊക്കെ കണക്ക് നമ്മുടെ കൈകളിലേക്ക് കൂടെ നോക്കിയാൽ മതി. നമ്മുടെ കൈകളിലേക്ക് നോക്കണം, നമ്മൾ ചെയ്ത പ്രവർത്തികൾ. ഇനിയൊരു പ്രശ്നമുണ്ടാകും വരെ നമ്മൾ ഉറങ്ങിക്കിടക്കും. പ്രശ്നമുണ്ടാകുമ്പോൾ ചാടി എഴുന്നേറ്റ് വരും. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ കുറച്ച് കമൻസ് ഇടും, വീണ്ടും പോയി കിടന്നുറങ്ങും. മഴക്കാലങ്ങളിൽ മാത്രം പൊങ്ങി വരുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ. പഴയൊരു ഡാമായതുകൊണ്ട് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കാം. എങ്കിലും ഒരുപാട് രാജ്യങ്ങളിലൊക്കെ അപകടം സംഭവിച്ചിട്ടുള്ള ഒന്നാണ് ഡാം ദുരന്തങ്ങൾ. കേരളത്തിൽ അങ്ങനെ ഒരിക്കലും വരാതിരിക്കട്ടെ. ഒരുപാട് കൊച്ചുമക്കളൊക്കെ ഉള്ളതാണ്. വീട്ടിലൊരു വളർത്തുന്ന ചെറിയൊരു പക്ഷിക്കോ അല്ലെങ്കിൽ ചെറിയൊരു മൃഗത്തിനോ എന്തെങ്കിലും പറ്റിയാൽ തന്നെ കണ്ണ് നിറയുന്നവരാണ്, കരയുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. രാഷ്ട്രീയം കളിച്ചും മതം കളിച്ചും ഒക്കെ ഇതിനെ നീട്ടിക്കൊണ്ട് പോകുന്നവരുടെ ഒരു രീതി, അവരുടെ ലക്ഷ്യം
അത് മറ്റ് പലതുമൊക്കെ ആയിരിക്കാം. പക്ഷേ പോകുന്നത് നമ്മുടെ ജീവനായിരിക്കും, നമ്മുടെ മാത്രം. അത് ഓർത്താൽ നന്ന്. അന്നും പോയി പറയണം, ഈ കൊച്ചുമക്കൾ എന്ത് തെറ്റ് ചെയ്തു, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ എന്നൊക്കെ അന്നും പറയണം.